കാതികൻ പ്ലാക്കാട് ശ്രീകുമാറിന്റെ രണ്ടാമത് കഥാപ്രസംഗ കലോപഹാരത്തിന്റെ ആദ്യ അവതരണം കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. മലയാളത്തിന്റെ മഹാനായ കാതികൻ MD വാസുദേവൻ നായരുടെ വിശ്രുതമായ നോവൽ രണ്ടാമൂഴമാണ് കഥാപ്രസംഗ അവതരണത്തിന് തിരഞ്ഞെടുത്തത്. കവി കുരീപ്പുഴ ശ്രീകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി പ്ലാക്കാട് ശ്രീകുമാർ ഇന്ന് ആരംഭിക്കുന്ന വളരെ പ്രസിദ്ധമായ MD വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന കഥാപ്രസംഗ പരിപാടിയുടെ ആദ്യത്തെ അവതരണത്തിൻ്റെ അല്ലെങ്കിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന അവതരണങ്ങളുടെ എല്ലാം ഉദ്ഘാടനം നിർവഹിച്ചതായി വിനയത്തോടെ അറിയിക്കുന്നു. ഒരു കലാപ്രകടനം നടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ നാടകമോ അല്ലെങ്കിൽ കഥാപ്രസംഗമോ കാണാൻ തയ്യാറായിരിക്കുന്ന ആളുകളോട് അതിന് മുൻപ് ഒരുപാട് നേരം വർത്തമാനം പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ദീർഘമായൊരു വർത്തമാനം തീരെയില്ല. ഒരു ഉദ്ഘാടനമായാൽ 2 വാക്ക് പറയണമല്ലോ എന്നുള്ളൊരു സാമാന്യ മര്യാദ വെച്ചിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയുന്നു. മഹാഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായ ഭീമനെ കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട് MD വാസുദേവൻ നായർ വളരെക്കാലത്തെ പഠനങ്ങൾക്ക് ശേഷം വലിയ വായനകൾക്ക് ശേഷം രചിച്ച പുസ്തകമാണ് രണ്ടാമൂഴം. 40 വർഷം മുൻപ് കലാകൗമുദി വാരികയിൽ അച്ചടിച്ചു വരികയും അത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വളരെ കമനീയമായിട്ടുള്ള രേഖാചിത്രങ്ങളോട് കൂടി അച്ചടിച്ചു വരികയും ഒരുപാട് പതിപ്പുകൾ പ്രസിദ്ധീകരണമാകുകയും ചെയ്ത ഒരു പുസ്തകമാണ് രണ്ടാമൂഴം. എല്ലാവർക്കും അറിയാവുന്ന പോലെ രണ്ടാമൂഴം ഈ സെക്കൻഡ് ചാൻസ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്. രണ്ടാമത്തെ ആളാണ്. സാധാരണഗതിയിൽ നമ്മൾ കാണുമ്പോൾ രണ്ടാമത്തെ ആളാണ് ഭീമസേനൻ. വാസ്തവത്തിൽ 3ാമത്തെ ആളാണ്. എങ്കിലും പഞ്ചപാണ്ഡവന്മാരിൽ കർണനെ കൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് പാണ്ഡുവിൻ്റെ മക്കൾ എന്നുള്ള അർത്ഥത്തിൽ, എന്നാലും പാണ്ഡുവിൻ്റെ മക്കളാണെന്ന് ചോദിച്ചാൽ പാണ്ഡുവിൻ്റെ മക്കളല്ല എന്നുള്ള അർത്ഥത്തിൽ രണ്ടാമത്തെ സന്ദർഭമുള്ള ആളാണ് ഭീമസേനൻ. മഹാഭാരതം ഏറ്റവും വലിയൊരു പുസ്തകമാണോ ചെറിയൊരു പുസ്തകമാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ചെറിയ പുസ്തകമാണെന്ന്. അതിന് കാരണം മഹാഭാരതത്തിന് 1.25 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. ഈ 1.25 ലക്ഷം ശ്ലോകങ്ങൾ ഉള്ള മഹാഭാരതം വാസ്തവത്തിൽ 1.25 കോടി ശ്ലോകങ്ങളായി വിപുലീകരിച്ച് എഴുതാവുന്ന ഒരു കൃതിയായിരുന്നു. അതിന് കാരണം ഇപ്പോൾ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും മക്കളായിട്ടുള്ള 100 വരെക്കുറിച്ച് നമ്മൾ എത്ര പേർക്ക് എത്ര 100 വരെ 100 ആളുകളിൽ എത്ര ആളുകൾ നമുക്കറിയാമെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആളുകളെ അറിയൂ. ദുര്യോധനൻ ദുശാസനം തുടങ്ങിയിട്ടുള്ള അപൂർവം കുറച്ച് ആൾക്കാർ മാത്രം 4-5 പേരുകളിൽ നമ്മളുടെ ധാരണകൾ അവസാനിക്കും. അതേസമയം വിശ്വമഹാകവിയായ വേദവ്യാസൻ 100 പേരുടെയും പേര് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. 100 പേരുടെ പേരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ 100 പേരുടെ ജീവിതം പറഞ്ഞിട്ടില്ല. 100 പേരുടെ ജീവിതവും കൂടി പറഞ്ഞിരുന്നുണ്ടെങ്കിലോ അത് 1.25 ലക്ഷം ശ്ലോകത്തിന് ഒതുങ്ങില്ലായിരുന്നു. അതിനേക്കാളൊക്കെ ബൃഹത്തായൊരു പുസ്തകമായിട്ട് മാറിയേനെ. ഭഗവത്ഗീത മാറ്റി നിർത്തിയാൽ പോലും ഭഗവത്ഗീത തീർച്ചയായിട്ടും അതിൻ്റെ ഘടനയനുസരിച്ച്, അതിൻ്റെ രചനാ രീതി അനുസരിച്ച്, അതിൻ്റെ സന്ദർഭത്തിൻ്റെ പ്രശ്നം അനുസരിച്ച് ഒരിക്കലും അത് വ്യാസമഹാകവിയാൽ എഴുതപ്പെട്ടതാകാനൊരു സാധ്യതയില്ല. അത് വേറെ വിഷയമാണ്. ഇവിടെ ഭീമസേന തന്നെ പലരുമുണ്ട്. ദമയന്തിയുടെ അച്ഛൻ്റെ പേര് ഭീമസേന എന്നാണ്, ഭീമൻ എന്നാണ്. അങ്ങനെയുള്ള അതുപോലെ തന്നെ ധൃതരാഷ്ട്രരുടെ മക്കളിൽ ഒരാളുടെ പേരും ഭീമൻ എന്നാണ്. ഈ പേര് പറയാൻ കഴിയാത്ത, പേര് പറഞ്ഞിട്ടുള്ള എന്നാൽ ജീവിതം പറഞ്ഞിട്ടില്ലാത്ത 100 പേരുടെ പേരിൽ ഒരാളുടെ പേര് ഭീമൻ എന്നാണ്. അങ്ങനെ ഒരുപാട് ഭീമന്മാർ മഹാഭാരതത്തിലുണ്ട്. അതിൽ കുന്തിയുടെ പുത്രനായ ഭീമസേനനെ കുറിച്ചാണ് ഈ കഥ. ഭീമസേനൻ മഹാഭാരതത്തിലെ പരാജയപ്പെട്ട ഒരു കഥാപാത്രമാണ്. അതിലൂടെ വിശ്വമഹാകവിയായ വേദവ്യാസൻ നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ചവനാണെങ്കിൽ കൂടിയും, ഏറ്റവും വലിയ ശാരീരികമായ ബലമുള്ള ഒരാളാണെങ്കിൽ കൂടിയും ആത്യന്തികമായി ജീവിതത്തിൽ പരാജയപ്പെട്ടൊരു കഥാപാത്രമാണ് ഭീമസേനൻ എന്ന് ഈ കഥ നമ്മളോട് പറയുന്നു. ഭീമസേനൻ ജന്മനാ തന്നെ ഇത്തിരി വലിയ ആളാണ്. കാറ്റിൻ്റെ മകനാണെന്നാണ് പറയുന്നത്. അതിന് നന്നായിട്ട് MD വാസുദേവൻ നായർ അതിനെ പൊളിച്ചെഴുതുന്നുണ്ട്. ആരാണ് കാറ്റെന്ന് ഉള്ളതിൻ്റെ സൂചന അതിനകത്ത് MD തരുന്നുണ്ട്.
ജനിച്ചപ്പം തന്നെ വലിയൊരു കുട്ടിയായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ജനിച്ച ആ സമയങ്ങളിൽ തന്നെ പാറയുടെ പുറത്ത് വീഴുകയും പാറ പൊടിഞ്ഞു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ബലവാന്മാരായ ആളുകളുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. ബഗൻ, ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ള വലിയ ഇടുമ്പൻ തുടങ്ങിയിട്ടുള്ള വലിയ ആൾക്കാരോട് യുദ്ധം ചെയ്യുകയും അവരെയൊക്കെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭീമസേനന് ഏറ്റവും കൂടുതൽ ശക്തി കിട്ടുന്നത് വാസ്തവത്തിൽ ദുര്യോധനനും കൂട്ടരും കൂടി അദ്ദേഹത്തിൻ്റെ കയത്തിലേക്ക് തള്ളി താഴ്ത്തിയിടുകയും അവിടെ വെച്ച് ആ കയം വഴി അദ്ദേഹം നാഗലോകത്തെത്തുകയും നാഗലോകത്തിൻ്റെ മേധാവിയായിട്ടുള്ള വാസുകിയെ കാണുകയും ചെയ്യുന്ന സമയത്ത് നാഗങ്ങൾ ഉപയോഗിക്കുന്ന നാഗരസം എന്ന അസാധാരണമായിട്ടുള്ള ഒരു രസായനം അവർ കൊടുക്കുകയും അതിനുശേഷമാണ് ഭീമൻ ഏറ്റവും കൂടുതൽ കരുത്തുണ്ടാകുന്നത്. ഒരുപാട് മരങ്ങളും ഒന്നിച്ച് ചേർത്ത് പിടിച്ച് പിഴുത് മറ്റുള്ളവരെ ആക്രമിക്കാൻ കഴിയുന്ന കരുത്ത് കിട്ടുന്നത് ഈ നാഗരാജധാനിയിൽ നിന്ന് കിട്ടുന്ന രസായനം കഴിച്ചതിന് ശേഷമാണ്. ഒരുപാട് സന്ദർഭങ്ങളിൽ ഭീമസേനന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഭീമസേനന് കുറഞ്ഞത് 3 ഭാര്യമാരുടെ പേരങ്ങൾ നമുക്കറിയാം. പാഞ്ചാലിയാണ് ഒന്നാമത്തെ, എല്ലാവർക്കും അറിയാവുന്ന ഭാര്യ. അതല്ലാതെ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ആദ്യം വിവാഹം ചെയ്ത ആൾ ഭീമസേനാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു ഭാര്യ ഇടുമ്പി, ബലന്ധര എന്ന വേറൊരു ഭാര്യ കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഈ 3 പേരുടെ പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് പെട്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നത് ദ്രൗപദിയോടായിരുന്നു, പാഞ്ചാലിയോടായിരുന്നു. എന്നാൽ പാഞ്ചാലിക്ക് സ്നേഹം കുറവുണ്ടായിരുന്നതും ഈ ഭീമസേനോടായിരുന്നു എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പാഞ്ചാലിക്ക് ദ്രൗപദിക്ക് ആരോടെല്ലാം ആയിരുന്നു പ്രണയമെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരം പറയാൻ പറ്റില്ല. ഇനി അർജുനനോട് മാത്രമായിരുന്നോ, കർണനോട് എന്തെങ്കിലും അഭിനിവേശം ഉണ്ടായിരുന്നോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ തോന്നാവുന്ന ഒരുപാട് ഘട്ടങ്ങൾ അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തിലെല്ലാം മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ദ്രൗപദി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഭീമസേനാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ റിസ്ക് എടുത്തിട്ട് ഈ പരിജാത പുഷ്പം, സൗവദ്യ പുഷ്പം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത്. അതൊരു വലിയ റിസ്ക്കായിരുന്നു. ഒരു വലിയ കുബേരൻ്റെ പൊയ്കയാണത്. അവിടെ വലിയ സൈന്യമുണ്ട്. ഹനുമാനെ പോലെയുള്ള വലിയ കാവൽക്കാരങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കദളീവനത്തിലൊക്കെ ഉണ്ട്. അവരെ എല്ലാം തോൽപ്പിച്ച്, വലിയ സേനകളെല്ലാം തോൽപ്പിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ഈ സൗവന്തിയ പൊയ്കയിൽ എത്തുവാനും സൗവന്തിയ പുഷ്പം അവിടെ നിന്ന് ശേഖരിക്കുവാനും പാഞ്ചാലിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും ദ്രൗപദിക്ക് അർജുനനോടായിരുന്നു സ്നേഹമെന്ന് ഈ കഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്. മനുഷ്യ സ്വഭാവത്തിൻ്റെ വളരെ സങ്കീർണതകൾ ഈ കഥയിലുടനീളം, എം ജിയുടെ കഥയിൽ, ഇത് ഞാൻ കേട്ടില്ല, എം ജിയുടെ കഥയിലുടനീളം ഉണ്ട്. മഹാഭാരതത്തിലുടനീളവും ഈ സങ്കീർണതയുണ്ട്. മഹാഭാരതം യുദ്ധത്തിനെതിരായിട്ട് എഴുതിയൊരു പുസ്തകമാണ്, യുദ്ധത്തിന് വേണ്ടി എഴുതിയൊരു പുസ്തകമല്ല. ഇത്ര വലിയ യുദ്ധം നയിച്ചിട്ടും എല്ലാവരും അനാഥരായി പോയി എന്ന് തെളിയിക്കുന്ന, യുദ്ധങ്ങളുടെ പ്രയോജനം ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്തൊരു അപ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ചാർവാകൻ. ചാർവാകൻ ആ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നത് യുദ്ധമെല്ലാം കഴിഞ്ഞിട്ട് ജനങ്ങളെ കാണുവാൻ വേണ്ടി പോകുന്ന യുധിഷ്ഠിരനോട് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിക്കുന്നു, ബന്ധുക്കളെയും കൂട്ടുകാരെയും എല്ലാം കൊന്നതിന് ശേഷം നേടിയ ഈ വിജയമാണോ ഒരു പരാജയമല്ല രാജാവെന്ന് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ അവരോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇയാളെന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ ചാർവാകനാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അദ്ദേഹം അഗ്നിയിലെരിയുന്നതാണ്. അങ്ങനെ ചാർവാകൻ്റെ കൂടി ഒരു സാന്നിധ്യം ഇതിനകത്തുണ്ട്. ഒരു ഗീത മാത്രമല്ല, ഒരുപാട് ഭഗവത്ഗീതകൾ മഹാഭാരതത്തിലുണ്ട്. അതൊന്നും ഈ പുസ്തകത്തിൽ വരുന്നതല്ല. പലരും ഗീതോപദേശം, ഇത്തരം ഗീതയല്ലാതെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഇതിനകത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മഹാഭാരതത്തിലുള്ള വേറെ ഒരുപാട് പ്രസിദ്ധരായ കഥാപാത്രങ്ങളുണ്ട്. ശകുന്തള മഹാഭാരതത്തിലെ കഥാപാത്രമാണ്, ദുഷന്തൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്, ഉഷ മഹാഭാരതത്തിലെ കഥാപാത്രമാണ്, അനിരുദ്ധൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്, നളൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്, ദമയന്തി മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഈ നേരിട്ട് ദ്രൗപദിയും ഭീമസേനനും അർജുനനും യുധിഷ്ഠിരനും അല്ലെങ്കിൽ ദുര്യോധനനും ധൃതരാഷ്ട്രനും ഗാന്ധാരിയും ഒന്നുമല്ലാത്ത, എന്നാൽ ഇന്ത്യൻ സാഹിത്യത്തിൽ ഏറെ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുള്ളത് വ്യാസൻ്റെ പ്രതിഭയിൽ നിന്നാണ്. ഒരുപക്ഷെ വ്യാസൻ ഇതെല്ലാം കിട്ടിയത് അന്ന് ഇന്ത്യയിലുടനീളം ഉണ്ടായിരുന്ന നാടോടി സാഹിത്യത്തിൽ നിന്നായിരിക്കാനാണ് സാധ്യത. ഏറ്റവും ആദ്യമുണ്ടായ കവിത എഴുതിയ കവിതയല്ല, ഏറ്റവും ആദ്യം ഉണ്ടായത് ചൊൽക്കവിതകളാണ് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു നിഗമനത്തിലെത്തുന്നത്. എന്തായാലും എനിക്ക് ശ്രീകുമാറിനെ വിശ്വാസമാണ്. ശ്രീകുമാറിന് നന്നായിട്ട് കഥ എഴുതി സജ്ജമാക്കാൻ സാധിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് പാടാൻ കഴിയുന്ന ഒരാളാണ്, നന്നായി കവിത എഴുതുവാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് നേരത്തെ അദ്ദേഹത്തിൻ്റെ കഥാപ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്, വേറൊരു കഥ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ്. കഥാപ്രസംഗത്തിൻ്റെ ചരിത്രം ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. സത്യദേവനിൽ നിന്നും ആരംഭിക്കുന്ന ആ ചരിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു കഥ പറഞ്ഞുകൊണ്ട്
ആരംഭിക്കുന്ന ചരിത്രം. ദീർഘമായ കഥ. ബേബി താമരശ്ശേരിയൊക്കെ മഹാഭാരതം തന്നെ ഏതാണ്ട് 8 മണിക്കൂർ ഒക്കെ നീട്ടി പറയുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. മഹാഭാരതം ഉപയോഗിച്ച് തന്നെ പല കഥകൾ പലരും പറഞ്ഞിട്ടുണ്ട്. കർണൻ, കടാമുകര സദാനന്ദൻ്റെ കർണൻ, തലപടി രാമേന്ദ്രൻ്റെ മഹാഭാരതം കഥകൾ, അങ്ങനെ ഒരുപാട് പേര് ഈ കഥകൾ പറഞ്ഞിട്ടുണ്ട്. തുടർന്ന് കഥാപ്രസംഗം അവതരിപ്പിച്ചു. എനിക്ക് അന്ന് 5 വയസ്സ്. അച്ഛൻ പാണ്ഡു, ശാപഗ്രസ്തനായ അച്ഛൻ പാണ്ഡു വനത്തിൽ വെച്ച് തന്നെ മരിച്ചു. ഇളയമ്മ മാദ്രി അച്ഛൻ്റെ ചിതയിൽ ചാടി സ്വയം മരണത്തിന് കീഴടങ്ങി. ഉചിതമായ സ്വീകരണമാണ് ഭീഷ്മ പിതാമഹൻ്റെ സാന്നിധ്യത്തിൽ ഹസ്തിനപുരിയിൽ ഞങ്ങൾക്ക് ലഭിച്ചത്. ഇവർ5 പേരും കൂടി എനിക്കിനി മക്കളാണ് എന്ന് പറഞ്ഞാണ് വലിയച്ഛൻ ധൃതരാഷ്ട്രർ ഞങ്ങളെ ആശ്വസിപ്പിച്ചതും സ്വീകരിച്ചതും. ഹസ്തിനപുരിയിൽ ഞങ്ങളിങ്ങനെ വളർന്നു വരുന്നതിനിടയിൽ മറ്റൊന്നുകൂടി അവിടെ വളർന്നു വന്നുകൊണ്ടേയിരുന്നു. പക. ദുര്യോധനാദികളുടെ ഉള്ളിൽ, വലിയച്ഛൻ്റെ മക്കളുടെ മനസ്സിൽ ഞങ്ങളോടുള്ള പകയും വളർന്നു വരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്നോട്. കാരണം എനിക്ക് അജ്ഞാതമായിരുന്നു. കൗരവരെ മുഴുവൻ കൊന്നൊടുക്കാൻ പിറന്നവനാണ് ഈ വൃഗോദരൻ എന്നാണ് അവർക്കിടയിലുള്ള സംസാരം. ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ പല തവണയും നടന്നു. പിന്നെ കുത്തുവാക്കുകളായി, ആക്ഷേപങ്ങളായി, അധിക്ഷേപങ്ങളായി. ഞങ്ങളുടെ ജന്മത്തെപ്പറ്റി പോലും ദുര്യോധനൻ ഒരിക്കൽ അധിക്ഷേപിച്ച് സംസാരിച്ചു. ധർമ്മദേവന് യുധിഷ്ഠിരൻ, വായുവിന് ഭീമൻ, ഇന്ദ്രൻ അർജുനൻ. ഇതൊക്കെ ആര് വിശ്വസിക്കാൻ? മക്കളുടെ അച്ഛൻ ആരെന്നറിയാതിരിക്കാൻ വേണ്ടി ഋഷിമാരെ കൊണ്ട് പറയിപ്പിച്ച കഥകൾ. വേറെ നല്ല കഥകളൊന്നും ഉണ്ടാക്കി പറയാമായിരുന്നില്ലേ നിങ്ങളുടെ അമ്മയ്ക്ക്? പ്രമാണകോടിയിൽ ജലോത്സവത്തിൽ മദ്യം നൽകി മയക്കി. പ്രമാണകോടിയിൽ ജലോത്സവത്തിൽ മദ്യം നൽകി മയക്കി. എന്നെ മദ്യം നൽകി മയക്കി. വരിഞ്ഞു കെട്ടി വലിച്ചെറിഞ്ഞു ഗംഗാ നദിയുടെ ആഴത്തിൽ. വരിഞ്ഞു കെട്ടി വലിച്ചെറിഞ്ഞു ഗംഗാ നദിയുടെ ആഴത്തിൽ. ഗംഗാ നദിയുടെ ആഴത്തിൽ. വാരണാവതത്തിൽ പ്ലാക്കാട് ശ്രീകുമാറിനെയും ഇതുമായിട്ട് നന്നായിട്ട് സഹകരിച്ച പക്കങ്ങളക്കാരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു പ്രധാന പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അതായത് കാളിദാസൻ്റെ ശാകുന്തളം ബാലയായിട്ടൊരിക്കൽ റഷ്യയിൽ മോസ്കോയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ശകുന്തള ഒരു ചെറിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട്, ഒരു മിനി സ്കർട്ട് പോലുള്ള സ്കർട്ട് ഇട്ടിട്ട്, ഒരു കാലിൻ്റെ വലത്തെ കാലിൻ്റെ തള്ളവിരൽ ഇങ്ങനെ നിലത്ത് ഊന്നി ഇടത്തെ കാലം വെച്ച് ഇങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ കളിക്കുന്നൊരു ശകുന്തളയാണ്. ആ ശകുന്തളയായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുമോ? അങ്ങനെ ഒരു ശകുന്തളയെ പൊരുത്തപ്പെടാൻ പറ്റുമോ? മരവുരിയൊക്കെ ധരിച്ച് താമരയിലേക്കകത്ത് പ്രേമലേഖനമൊക്കെ എഴുതി, നഖമുന കൊണ്ട് പ്രേമലേഖനമൊക്കെ എഴുതി പേനയും പേപ്പറൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ശകുന്തളയെ അല്ലാതെ ഇങ്ങനെ ഒരു കാലിൽ വട്ടം ചുറ്റുന്ന ഒരു ശകുന്തളയെ നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുമോ? അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? രണ്ടാമത് ജെസ്സി കഥകളിയാക്കിയെന്ന് വെച്ചോ, മിനുക്ക് വേഷത്തിൽ രംഗത്ത് നിൽക്കുന്ന ഒരു ജെസ്സിയെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമോ? ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ, നോവലല്ല കഥാപ്രസംഗം. കഥാപ്രസംഗത്തിൻ്റെ ബേസ് മാത്രമാണ് നോവൽ. നോവൽ സിനിമയാക്കുന്ന സമയത്ത് സിനിമയാണ്, അതിന് സിനിമ നോവലല്ല. സിനിമ ഒരു കഥാപ്രസംഗം, ഒരു നോവൽ കഥാപ്രസംഗമാക്കുന്ന സമയത്ത് നോവലിനെ അതുപോലെ ആവിഷ്കരിക്കുക എന്നുള്ളതല്ല കഥാപ്രസംഗത്തിൻ്റെ ധർമ്മം. അത് ഏതെങ്കിലും ചില വശങ്ങൾ പൊലിപ്പിച്ച് കാണിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ടത്. അതായത് നോവലിൽ ഒരിടത്ത് പോലും ഈരടികളില്ല. അപ്പോൾ ഈരടികൾ ചേർത്ത് വൈകാരികാംശത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ നിന്നിട്ട് അഭിനയം, ഗാനം, പ്രസംഗം എല്ലാം ചേർന്ന് നടത്തുന്നൊരു കലാരൂപമാണത്. അത് നോവലോട് നമ്മൾ കമ്പയർ ചെയ്യേ വേണ്ട, വേറെ സംഭവമാണത്. കഥാപ്രസംഗം രീതി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതിനകത്ത് എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭീമസേനൻ്റെ പിതാവ് ആരാണെന്ന് MD ഒന്ന് ലാഘവത്തോടെ പറയാൻ ശ്രമിച്ചത് ശ്രീകുമാർ കൃത്യം പറഞ്ഞു എന്നുള്ളതാണ്.
അതങ്ങനെ പറയണം, ജനങ്ങൾ അറിയണം. ഇതൊക്കെ കെട്ടുകഥകളാണ്. ഈ പുരാണത്തിൽ പറയുന്ന ഈ വ്യഭിചാരങ്ങളൊക്കെ ദൈവങ്ങളുമായിട്ട് നടത്തിയ പരിപാടിയൊന്നും അങ്ങനെയൊന്നുമല്ല. മനുഷ്യനും തമ്മിൽ നടത്തിയ സ്വാഭാവികമായ ലൈംഗികതയാണ് എന്ന് മനുഷ്യൻ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിലെ പാട്ടുകളൊക്കെ തന്നെ നല്ല പാട്ടുകളാണ്. ചില പാട്ടുകൾ ഇപ്പോൾ യുദ്ധം എന്നുള്ളത് സാംബശിവനെ ഓർമ്മിപ്പിച്ചു എനിക്ക് സംശയമുണ്ട്. യുദ്ധം രണ്ടാം ലോക മഹായുദ്ധം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പാട്ടിനെ ഓർമ്മിപ്പിച്ചതുപോലെ എനിക്ക് തോന്നി. അതെങ്കിലും പൊതുവെ എല്ലാ പാട്ടുകളും സുന്ദരമായിട്ടുള്ള പാട്ടുകളാണ്. പിന്നെ വേറെ എന്നുള്ളത് എനിക്ക് വേറെ ഒരു ഐഡിയ തോന്നുന്നത്, എന്തുകൊണ്ട് ഈ ഗാനമേളക്കാർ ചെയ്യുന്ന പോലെ ഒരു സ്റ്റാൻഡിൽ ഈ സ്ക്രിപ്റ്റ് വെച്ചൂടാ? ഈ പടവണ്ടാരം പോലുള്ള സമുദ്രം പോലുള്ള ഈ വലിയ കാര്യം എല്ലാം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിൽക്കണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ പറ്റും അത്? എന്തുകൊണ്ടാണ് ഇത് വെച്ചുകൂടാത്ത? ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിനകത്ത് ഈ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ട് തെറ്റാതെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? പിന്നെ വേറെ രീതിയാണ്. ഞാനും നേരത്തെ എൻ്റെ ഉദ്ഘാടന വാർത്തത് ഒരു കഥയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. ബേബി താമരശ്ശേരി ഈ കഥാപ്രസംഗ രംഗത്ത് രാമായണവും മഹാഭാരതവും 7-8 മണിക്കൂർ അവതരിപ്പിക്കും വിത്തൗട്ട് സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതാണ് അവതരിപ്പിക്കുന്നത്. അതെന്തായിരുന്നു അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാങ്കേതികത്വം എന്തായിരുന്നു? അത് അദ്ദേഹം ചെയ്തിരുന്നത് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കുറേയേറെ ശ്ലോകങ്ങൾ അദ്ദേഹത്തിന് ബൈ ഹാർട്ട് അറിയാം. ഇതിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് എത്ര നേരം വേണമല്ലോ. കെ വാദ്യാർ അങ്ങനെ വിശദീകരിച്ചൊരു അധികനാണ്. ജ്ഞാനശിഖാമണി അങ്ങനെ വിശദീകരിച്ചൊരു അധികനാണ്. പഴയ തലമുറയിൽപ്പെട്ട OK ഗഗരൻ എന്നൊരു കാഥികനെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചകമ്പയുടെ വത്സല പറഞ്ഞിട്ടുണ്ട്. ആ വത്സല എന്നുള്ള കവിത മാത്രം ബൈ ഹാർട്ട് ചെയ്തിട്ട് വിത്തൗട്ട് സ്ക്രിപ്റ്റ് ഇങ്ങനെ പൊലിപ്പിച്ച് പറയുകയായിരുന്നു. അതാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് സമ്പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കവിതകളിൽ ഊന്നിക്കൊണ്ട് ഈ അതിൻ്റെ വിശദീകരണം എന്നുള്ള നിലയ്ക്കൊരു കാഥികൻ പറയുകയാണെങ്കിൽ സ്ക്രിപ്റ്റ് പ്രശ്നമാകത്തില്ല. സ്ക്രിപ്റ്റ് മറന്നുപോയി എന്നൊരു വിഷയമേ വരത്തില്ല. പിന്നെ മറവിയൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മുടെ ഈ ഇരിക്കുന്നവരെല്ലാം നമ്മൾ ശ്രീകുമാറിൻ്റെ കൂട്ടുകാരാണ്. ഒരു തവണ ഒരു വീഴ്ചയുണ്ടെന്ന് വിചാരിച്ചൊന്നും നമ്മൾക്കൊക്കെ യാതൊരു വിഷമവുമില്ല. തീർച്ചയായിട്ടും ആദ്യത്തെ കഥാപ്രസംഗം ഞാൻ കേട്ടതാണ്. വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് പാടാനും പറയാനും അഭിനയിക്കാനും ഒക്കെയുള്ള, എന്നാൽ അമിതാഭിനയൊന്നുമില്ല. ഇപ്പം തലപടി രാമചന്ദ്രൻ മഹാഭാരതം കഥ അവതരിപ്പിക്കുന്ന സമയത്ത് യുദ്ധം എങ്ങനെ ഭീകരമായിട്ട് വരുമ്പോൾ ഡക്ക എടുത്ത് പൊക്കി ഇങ്ങനെ എറിയാനായിട്ട് ഇരിക്കും. സബലക്ഷൻ്റെ കയ്യിരിക്കുന്ന ഡക്ക പുള്ളി പോയി വലത്തെ കയ്യിൽ ഇങ്ങനെ എടുത്ത് എറിയാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അതുപോലെ ഈ സാംബശിവനൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പക്കമേളക്കാരുമായിട്ടൊരു ഡ്രാമ ഉണ്ടാക്കും. അതുപോലെ വേറെ ചില കാഥ്യന്മാരാണെങ്കിൽ കളർ ലൈറ്റ് മുകളിൽ വെച്ചിട്ട് ചില തീക്ഷ്ണ രംഗങ്ങളൊക്കെ വരുന്ന സമയത്ത്, യുദ്ധത്തിൻ്റെയൊക്കെ രംഗം വരുന്ന സമയത്ത് ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ട് പിന്നെ രംഗത്തെ വേറൊരു രീതി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. അതൊക്കെ അതിൻ്റെ ഓരോ രീതികളാണ്. ഇന്ന് ഇത്തരം ഒരു പരിപാടികളും ഇല്ലാതെ ഒരു വ്യക്തി അയാൾ കഥ പറയുകയാണ്. കഥ ഒരുവിധമൊക്കെ നമുക്ക് അറിയാവുന്ന ആയതുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമുണ്ട്. അറിയാൻ വയ്യാത്തൊരു കഥയായിരുന്നുണ്ടെങ്കിൽ മറന്നുപോയാലും നമ്മൾ അറിയത്തില്ല. കഥ ഫ്ലോ ആയിട്ട് പറഞ്ഞു പോയാൽ മാത്രം മതി. ഇത് അറിയാവുന്ന കഥയായതുകൊണ്ടും രണ്ടാമൂഴം വായിച്ചവരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ നല്ലൊരു ആൾക്കാരെന്നുള്ളതുകൊണ്ടാണ് നമുക്ക് പ്രശ്നം. രണ്ടാമൂഴം നോവലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കഥാപ്രസംഗത്തെ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അതിൽ ഏതെങ്കിലും ഒരു ചില രംഗങ്ങളെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അത്രയും ബൃഹത്തായ ഒരു നോവലിനെ അങ്ങനെ തന്നെ ഒന്നും അവതരിപ്പിക്കാൻ സാധ്യമല്ല. അങ്ങനെ തന്നെ അവതരിപ്പിക്കേണ്ട കാര്യവുമില്ല. സിനിമ ഇപ്പോൾ രണ്ടാമൂഴം സിനിമ വരുമല്ലോ, ഒരുപക്ഷെ വന്നേക്കാൻ സാധ്യതയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ഇത് അതുപോലെ വാനപ്രസം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഉപമാലങ്കാരങ്ങൾ ഇതൊക്കെ ഒന്നും സിനിമയിലൊന്നും ചെയ്യാനേ പറ്റില്ല.